ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സാധാരണ സ്നാക്ക് റെസിപ്പി അല്ല. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതേസമയം നല്ല ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, എഗ് 65 ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 7 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 7 മുട്ട പുഴുങ്ങി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. സാധാരണ മുട്ടയുടെ വെള്ള വെച്ചിട്ടാണ് എഗ് 65 ഉണ്ടാക്കാറ്. അപ്പോൾ ബാക്കി വരുന്ന നമ്മൾ മാറ്റി വെക്കുന്ന മുട്ടയുടെ മഞ്ഞ എപ്പോഴും അത് വേസ്റ്റായി പോകും. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ അധികം ആരും മഞ്ഞ തന്നെ കഴിക്കത്തില്ല. മുട്ടയുടെ കൂടെ രണ്ടും കൂടെ ഉണ്ടെങ്കിൽ കഴിക്കത്തുള്ളൂ. അപ്പോൾ അത് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിന്ന് മുഴുവൻ മുട്ട എടുത്തിട്ടാണ് ഈ ഒരു എഗ് 65 ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ടയുടെ വെള്ള മാത്രം എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് അത് ബാക്കിയെല്ലാം പ്രോസസ്സും ഒക്കെ സെയിം തന്നെയാണ്. ഇത് മുട്ടയുടെ വെള്ള ഞാൻ ഈ ഒരു രണ്ടും കൂടെ എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ എല്ലാ മുട്ടകളും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ട ഇത്രയും ഈ ഒരു രീതിയിൽ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ടൊന്നും കുഴയ്ക്കാൻ നിൽക്കണ്ട, നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്നും എടുത്താൽ മതി. കാരണം ഇതിനകത്ത് മുട്ടയുടെ മഞ്ഞ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇനി നമുക്കിതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചി ചേർക്കാം. അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും 1/2 ടീസ്പൂൺ തന്നെയാണ്. നിങ്ങൾ ഇതിനകത്ത് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ അത് വേണമെങ്കിൽ 1/4 ടീസ്പൂണായിട്ട് കുറയ്ക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. പിന്നെ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ അല്പം കൂടെ ചേർത്തിട്ടുണ്ട്. അതായത് 1/2 ടീസ്പൂണാണ് മൊത്തം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ മതി എന്നുണ്ടെങ്കിൽ അത് മതി. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അത് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദയാണെങ്കിലും ചേർക്കാം, അല്പം അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട്, കൈ വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ, അത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പം ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ടയുടെ വെള്ള മാത്രം, മുട്ടയുടെ ഈ ഒരു രീതിയിലും. ഈ മുട്ടയുടെ വെള്ള മാത്രം ആക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മഞ്ഞ എടുക്കുമ്പോൾ നമ്മൾ വറുക്കുന്ന സമയത്ത് ഇച്ചിരി ഒരു കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം പതിയെ. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് തൈരാണ്. തൈരിൻ്റെ ആ ഒരു ചെറിയൊരു ഫ്ലേവറും കൂടെ വന്നാലാണ് ഈ ഒരു എഗ് 65 ഒരു പൂർണ്ണത കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര്, നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ. അതല്ല നിങ്ങൾ എടുക്കുന്ന കട്ട തൈര് തന്നെ എടുക്കാൻ നോക്കുക. ഒത്തിരി പുളിയുള്ള തൈര് എടുക്കാതിരിക്കുക, ഒത്തിരി വെള്ളം പോലെ ഇരിക്കുന്ന തൈരും എടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് മേടിക്കാൻ കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു കഷ്ണം ബ്രെഡ് നന്നായിട്ടൊന്ന് ചൂടാക്കുക. പാനിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടൊക്കെ നല്ല കട്ടിയാവണ വരെ ചൂടാക്കുക. എന്നിട്ട് അത് മിക്സിയിലൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ റസ്ക് ഉണ്ടെങ്കിൽ റസ്ക് ആണെങ്കിലും ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് മുട്ടയുടെ വെള്ള ആണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ ചേർക്കരുത്. പക്ഷേ ഈ ഒരു മഞ്ഞയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ഞാൻ വേസ്റ്റ് ആക്കിയൊന്നും കളയുന്നില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തന്നെ മഞ്ഞ തന്നെ കൊടുക്കുമ്പോൾ അവർക്കൊരു സുഖക്കുറവാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതിനകത്ത് എടുത്തിരിക്കുന്ന മുട്ടയുടെ എണ്ണം എന്ന് പറയുന്നത് 8 എണ്ണമാണ്. ഈ 8 എണ്ണത്തിലും നമ്മൾ 8 എണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ വെള്ള ഇതിന് ആ ഒരു മിക്സിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡിയാണ്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. നമുക്ക് കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഈ ഒരു രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്കിത് വറുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഷേപ്പ് ഒന്നും ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ഞാൻ ഇതുപോലെ ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അല്ലാതെ വലിയ ഷേപ്പൊന്നും ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ടൊരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 രീതിയും കാണിക്കാം കേട്ടോ. എണ്ണ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ലോ ഫ്ലെയിമിൽ വെച്ച് എന്തുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഇതേപോലെ ഷേപ്പുകളിലാക്കിയിട്ടുള്ള ഈ മുട്ടയുടെ ആ ഒരു ബേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലത്തെ പ്രശ്നം ഭയങ്കരമായിട്ട് ഇത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. കാരണം മുട്ടയുടെ മഞ്ഞ നമ്മളിങ്ങനെ കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാമറയിലൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മൂടിക ഒന്ന് വെച്ച് നോക്കി, എങ്കിൽ പോലും ആ മൂടികൊക്കെ ഇങ്ങനെ കിടന്നിങ്ങനെ ഇളകുമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മുട്ട മീഡിയം ഫ്ലെയിമിൽ ഇട്ടാലുള്ള ഒരു കുഴപ്പം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക എണ്ണ, അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. എന്നിട്ട് വേണം നമ്മൾ ഈ ബേസ് ഒന്ന് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആദ്യത്തെ തവണ ഇതുപോലെ പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും ഈ ഒരു രീതിയിൽ ഒന്ന് വറുത്ത് കോരി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അടുക്കള മൊത്തം നശിച്ചു പോവും ഈ എണ്ണ ഇങ്ങനെ തെറിച്ചിട്ട്. അപ്പോൾ ഇതെന്താണെങ്കിലും ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അങ്ങനെ മുട്ടയുടെ എല്ലാം ഞാൻ വറുത്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് ഞാൻ അല്പം എണ്ണ മാറ്റി വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട്. അതേ എണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂണോളമുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 3-4 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാം. അതുപോലെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലും കൂടെ ചേർത്ത് സൂപ്പറായി. പക്ഷെ ഇവിടെ കറിവേപ്പില ഫ്രഷ് ആയിട്ടുള്ളതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതിനകത്തോട്ട് ഒരു മസാല പരുവത്തിനാക്കാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഇത് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇതല്ലാതെ തന്നെ നമുക്ക് അതൊരു സ്നാക്ക് പോലെ വറുത്തെടുത്തത് കഴിക്കാവുന്നതാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്ത് ഞാൻ ഒന്നും കൂടെ ഒന്ന് പൊരിച്ച് എടുക്കുന്ന പോലെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മുട്ടയുടെ മഞ്ഞ ഒട്ടും വേസ്റ്റ് ആവില്ല, കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാനും പറ്റും. ഇനി ഇതിനകത്തോട്ട് സോസൊക്കെയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഒത്തിരി സോസൊന്നുമില്ല, ജസ്റ്റ് ഒരു ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ഈ ടൊമാറ്റോ സോസ് ഇളക്കുന്നതോട് കൂടെ തന്നെ എണ്ണയുടെ പതക്കൊക്കെ ഒന്ന് മാറി നല്ലൊരു ഫോമിലോട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ പതഞ്ഞ് വരുന്നത് എന്താണെന്ന് നോക്കണ്ട, അത് നമ്മൾ മുട്ടയൊക്കെ അല്ലേ അതിനകത്തുനിന്ന് വറുത്ത് കോരിയത്, അതുകൊണ്ടാണ് അതിങ്ങനെ പതഞ്ഞൊക്കെ ഇരിക്കുന്നത്. പിന്നെ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് മസാല. ഇനി നമ്മുടെ ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന സ്നാക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു Egg 65 ആണ്. ഇത് സ്നാക്കായിട്ട് കഴിക്കാം. ഇനിയിപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു വിഭവമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ കാണാനൊക്കെ നോക്കിക്കാൻ നല്ലൊരു റെഡ് ചില്ലി സോസൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ നല്ല ഭംഗിയും നല്ലൊരു ചൈനീസ് ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് സെലറി ചേർക്കാം, സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം, അല്പം സോയാ സോസ്, ഒരു 1/4 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. അതൊക്കെ ഇതിൻ്റെ ഒരു ഫ്ലേവർ കൂട്ടത്തേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി Egg 65 ഇവിടെ റെഡിയാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വിഭവമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.